നസ്കിൻ ഡാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ LBSന്റെ ആപ്ലിക്കേഷൻ ഫോംസ് എല്ലാം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴും ആശങ്ക തീർന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം കേരളത്തിലെ ഇതുവരെയും മാനേജ്മെന്റ് സീറ്റിന്റെ കാര്യങ്ങളും LBSന്റെ സീറ്റുകളും ഒന്നും വ്യക്തമായിട്ട് ഇതിന്റെ ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇപ്പോൾ എന്ത് തന്നെയായാലും LBSലേക്ക് BS നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജനറൽ കാറ്റഗറി വിഭാഗത്തിന് 800 രൂപയും SC/ST കാറ്റഗറി വിഭാഗത്തിന് 400 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരിക. ഇതുവരെ മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് നോക്കുമ്പോൾ PNC മാക്കിൽ നിന്നും AMC SFNC തുടങ്ങിയുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനുകളൊന്നും തന്നെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുവരെയും ഗവൺമെന്റ് ഇടപെടലുകളൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരള നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ KNMC എന്ന് പറഞ്ഞിട്ടുള്ള നഴ്സിംഗ് കൗൺസിലിന്റെ ഇൻസ്പെക്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ അഫിലിയേഷൻസ് അടുത്ത വർഷത്തേക്കുള്ള അഫിലിയേഷൻസ് ഇതുവരെയും ഓപ്പൺ ആയിട്ടില്ല. അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് KUHS എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് അഫിലിയേഷൻ ലെറ്ററുകൾ ഇതുവരെയും നൽകിയിട്ടില്ല. അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള പ്രൊവിഷൻ ലെറ്ററുകൾ കിട്ടിയാൽ മാത്രമായിരിക്കും അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയിൽ നിന്നും ഫൈനൽ ആയിട്ടുള്ള പെർമിഷൻ നൽകുക. അപ്പോൾ ആ ഒരു ഫൈനൽ പെർമിഷൻ കിട്ടാതെ ഈ പറയുന്ന മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അത് മാത്രമല്ല ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ നമ്മൾ സൈറ്റിലൊക്കെ നോക്കുമ്പോൾ കോളേജ് ലിസ്റ്റുകളൊക്കെ അപ്രത്യക്ഷമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ കൂടെയാണ് ഇപ്പോൾ ഈ ഒരു അഡ്മിഷൻ കാലഘട്ടം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതും കൂടാതെ തന്നെ നമുക്കറിയാം ഗവൺമെന്റ് തലത്തിൽ നിന്നാണെങ്കിൽ GST ഇഷ്യൂവിൽ വളരെയധികം കടുംപിടുത്തമാണ് ഗവൺമെന്റ് തലത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ പ്രൈവറ്റ് കോളേജുകൾ മാനേജ്മെന്റ് സീറ്റുകളിൽ LBSന് വിട്ടുകൊടുക്കണോ അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റ് സ്വന്തമായിട്ട് തന്നെ കോളേജുകൾ സ്വന്തമായിട്ട് തന്നെ അഡ്മിഷൻസ് നടത്തണമോ എന്നുള്ള ഒരു കാര്യത്തിൽ ആശങ്കയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങളിപ്പോൾ LBSന് ആപ്ലിക്കേഷൻ ഫോംസ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. അതാണ് നമുക്കിപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ വരുന്ന ദിവസങ്ങൾ കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ AMC SFNCക്ക് അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷന് കീഴിലുള്ള കോളേജുകളുടെ ഒരു അസോസിയേഷനാണ് AMC SFNCക്ക്. അപ്പോൾ അവരുടെ സൈറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എല്ലാവരോടും ജോയിൻ ചെയ്യുക എന്നുള്ള റിക്വസ്റ്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയും നമ്മൾ അതിന്റെ വ്യക്തമായിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങിയിട്ടില്ല. PNC മാക്ക് എന്ന് പറയുന്ന പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനിൽ ഏകദേശം 50ഓളം വരുന്ന കോളേജുകളുടെ ഒരു അസോസിയേഷൻ ആയിരുന്നു. അതിന്റെ കാര്യത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷനിൽ നിന്നും യാതൊരു വ്യക്തമായിട്ടുള്ള മറുപടി അല്ലെങ്കിൽ അപ്ഡേറ്റുകളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ CPAS തുടങ്ങിയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സുകളും ഇനിയും തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കർണാടകയിലൊക്കെ ആണെങ്കിലും CETയുടെ മാർക്ക് അപ്ലോഡിങ്, അതായത് +2 മാർക്കിന്റെ അപ്ലോഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് മാസം 20-ാം തീയതി വരെയാണ് നമുക്ക് അതിന്റെ ഫൈനൽ ഡേറ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തിനോടകം തന്നെ KCET എക്സാം എഴുതിയ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും +2 മാർക്കുകൾ എൻട്രി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ നീറ്റിന്റെ ആണെങ്കിലും എക്സാംസ് എല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അപ്ഡേഷൻസ് എല്ലാം ഫൈനൽ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം നീറ്റിന്റെ സ്കോർ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ അഡ്മിഷൻസും കാര്യങ്ങളും എല്ലാം നടക്കുക. അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെയും എൻട്രൻസിന്റെ കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ഫീസ് കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല കോളേജുകളും സീറ്റ് ഒഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നിങ്ങൾ അഫിലിയേഷൻസ് കാര്യങ്ങൾ നിങ്ങളുടെ ഫീസ് ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻസ് എടുക്കുക. അപ്പോൾ കേരളത്തിലെ കാര്യങ്ങളെല്ലാം വൈകും തോറും കർണാടകയിലേക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും ഒക്കെയാണ് കുട്ടികൾ ഇപ്പോൾ അഡ്മിഷൻസ് എടുത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരള ഗവൺമെന്റ് തലത്തിൽ നിന്നും എത്രയും വേഗം തന്നെ ഈ ഒരു കാര്യത്തിൽ അന്തിമ നടപടി എടുക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ ഈ ഒരു വർഷം അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം വളരെ സുഗമമാക്കി നടത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതുവരെയും അതിനൊരു കാര്യമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം. എങ്കിൽ നമ്മൾ ശുഭപ്രതീക്ഷയോടെ വരുന്ന ദിവസങ്ങൾ കാത്തിരിക്കാം. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.